നമസ്കാരം. ഇന്നലെ പറയാൻ ആഗ്രഹിച്ചതും മാറ്റിവെച്ചതുമായ ഒരു വലിയ ചതിക്കഥയാണ് ഇന്നത്തെ സെയിലിംഗ് കമന്ററി. ഇന്നലെ ഒരു പ്രേക്ഷകൻ, ഞാൻ പേര് മറന്നുപോയി, പേര് ഇപ്പൊ കാണിക്കുന്നുണ്ട്, അദ്ദേഹം എഴുതിയത് ട്രാക്കത്തോണിന് വേണ്ടി മാത്രമായിട്ട് ഒരു ചാനൽ തുടങ്ങണമെന്നാണ്. ഇപ്പൊ എന്ത് എളുപ്പത്തിലാണ് ആളുകൾ ഈ പുതിയ ചാനലുകൾ തുടങ്ങണമെന്നുള്ള ആ പ്രയോഗം നടത്തുന്നത്. ആദ്യ ചാനൽ തുടങ്ങിയതിന്റെ എല്ലാ വേദനയും അനുഭവിച്ച ഒരാളാണ് ഞാൻ. ആദ്യകാലങ്ങളിൽ ദൂരദർശൻ, അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റിന്റെ ചാനലിന്റെ പിറവി, ഇതെല്ലാം നേരിൽ കണ്ട് ഏഷ്യാനെറ്റ് അനുഭവിച്ച ബുദ്ധിമുട്ട്, അതിൽ ഞങ്ങൾ വഹിച്ച പങ്ക്, അത് കഴിഞ്ഞ് NTV എന്ന് പറഞ്ഞ ഒരു ചാനൽ തുടങ്ങാൻ ഞങ്ങൾ നടത്തിയ പരിശ്രമം, അതിനനുഭവിച്ച പ്രയാസങ്ങൾ. ഇപ്പൊ നമ്മൾ വളരെ എളുപ്പത്തിൽ നമ്മൾ പറയാണ് പുതിയൊരു ചാനൽ തുടങ്ങാം. തീർച്ചയായിട്ടും ചാനൽ തുടങ്ങണമെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അത്രയധികം അക്രമങ്ങൾ, കൊള്ളകൾ, കള്ളങ്ങൾ, ചതികൾ എല്ലാം അടങ്ങുന്നതാണ് ഓരോ ട്രാക്കത്തോണും. ഇന്നത്തെ ഈ ട്രാക്കത്തോൺ കഥ പറയാൻ സഹായിച്ചത് ശ്രീ ജേക്കബ് കോശിയ. കോട്ടയം കോഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അദ്ദേഹം ഒരു കണ്ടെയ്നറിന്റെ ഫോട്ടോ എടുക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങോട്ട് പോകുന്ന കണ്ടെയ്നറാണ്? അദ്ദേഹം പറഞ്ഞത് മൂവാറ്റുപുഴയ്ക്ക് പോവുകയാണ്. വസ്തുതയിൽ അത് തുടങ്ങുമ്പോൾ, എല്ലാ കഥകളും തുടങ്ങുമ്പോൾ ഒരു ചെറിയ താല്പര്യമായിരിക്കും. പിന്നീടാണ് അതിന്റെ ഇങ്ങനെ നിഗൂഢതകൾ തെളിഞ്ഞ് നമ്മളെ വല്ലാതെ കീഴ്പ്പെടുത്തി കളയുന്നത്. ഇത് വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അക്രമത്തിന്റെയും അനീതിയുടെയും കഥ പുറത്തു കൊണ്ടുവരുന്നതാണ് ജേക്കബ് കോശിയുടെ ഈ ട്രാക്കത്തോൺ. 29/7 ജൂലൈ മാസം 29 ക്സിയാമൻ, ചൈനയിലെ ക്സിയാമനിൽ നിന്ന് പുറപ്പെട്ടതാണ് ഈ കണ്ടെയ്നർ. ഇത് 31 ദിവസങ്ങൾ കഴിഞ്ഞാണ് ജേക്കബ് കോശി കോട്ടയത്തെ കോഴയിൽ വെച്ച് ഇത് കാണാനിടയാകുന്നതും ഫോട്ടോ എടുക്കുന്നതും. ഇവിടെ സെയിലിംഗ് കമന്ററിയിൽ ചില സുഹൃത്തുക്കൾ വന്നിരുന്ന ചില കാര്യങ്ങൾ കാഷ്ടിച്ചിട്ട് പോകാറുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ സെയിലിംഗ് കമന്ററിയെ മനഃപൂർവ്വം വിമർശിക്കുന്നതാണെന്ന് ഞങ്ങൾക്കറിയാം. ഈ പണി നിങ്ങൾ ഇന്നുകൊണ്ട് അവസാനിപ്പിക്കണം. നിങ്ങൾ ചെയ്യുന്നത് ഒന്നാം തരം രാജ്യദ്രോഹ ഒറ്റുകാരന്റെ പണിയാണ്. നിങ്ങൾ TRVക്കെതിരെ ആക്രമണങ്ങൾ തുറന്നു വിടുമ്പോൾ, ഞങ്ങൾ ഇത്രയും കാലം 30 വർഷമായിട്ട് ഞങ്ങൾക്കറിയാം TRVയെ തകർക്കാൻ നിൽക്കുന്നത് ആരാണെന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയുമ്പോഴും ഞങ്ങൾ അതിനെതിരെ അതേ ഭാഷയിൽ പ്രതികരിക്കാതിരിക്കുന്നത് ഞങ്ങളുടെ മര്യാദയാണ്. പക്ഷെ ഇന്നത്തെ ഈ ട്രാക്കത്തോൺ ഈ കഥ ഞങ്ങൾക്കറിയാം, ഈ വസ്തുതകളും ഞങ്ങൾക്കറിയാം. പക്ഷെ അതിനൊരു തെളിവില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും നാൾ അത് മൂടി വെച്ചിരുന്നത്. ഇന്ന് തെളിവോടുകൂടി തന്നെ പറയുകയാണ്. ഈ കണ്ടെയ്നർ പുറപ്പെട്ടത് 29/7 ക്സിയാമനിൽ നിന്ന് പുറപ്പെട്ടു. കൊച്ചിയിൽ ആ കണ്ടെയ്നർ എത്തുന്നത് 28/8. ദിവസം കണക്കുകൂട്ടിയെടുക്കുക, ഏകദേശം 31 ദിവസം. ഈ 31 ദിവസമല്ല ഇവിടെ വിഷയം. ഈ കണ്ടെയ്നറുകൾ വൈകിപ്പോകുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു പഴകിയ പല്ലവിയായി. 80-ാം ദിവസമാണ് ബ്യൂണസ് അയേഴ്സിൽ ട്രിവാൻഡ്രത്തെ കണ്ടെയ്നർ എത്തിയത്. 80-ാം ദിവസം. ഇത് 31-ാം ദിവസമാണ്. ദിവസമല്ല ഇവിടെ വിഷയം. അതിനേക്കാൾ ക്രൂരമായ ഒരു ചാരപ്പണിയാണ് ഈ കണ്ടെയ്നർ പുറത്തു കൊണ്ടുവരുന്നത്. TRVയെ തകർക്കാൻ വേണ്ടി ചാരപ്പണി നടത്തിക്കൊണ്ടിരിക്കുന്നവർ ഇനിയും ഇതിനെതിരെയും കാഷ്ടിക്കാം. നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ കണ്ടെയ്നർ 28/8 കൊച്ചിയിൽ എത്തുന്നതിന് മുമ്പ് ക്സിയാമനിൽ നിന്ന് തുടങ്ങി പോർട്ട് ക്ലാങ്കിൽ നിന്ന് പിന്നെ പോകുന്നത്, ഞാൻ സ്ഥലം പറയുന്നില്ല, മനഃപൂർവ്വം സ്ഥലം പറയുന്നില്ല, പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം, പ്രേക്ഷകർക്ക് ഊഹിച്ചെടുക്കാം. 1709 നോട്ടിക്കൽ മൈൽ. TRVയിൽ നിന്ന് 1709 നോട്ടിക്കൽ മൈൽ അധികം ഈ കണ്ടെയ്നർ സഞ്ചരിക്കുകയാണ്. മൂവാറ്റുപുഴയിൽ പോകേണ്ട കണ്ടെയ്നർ, ചൈനയിൽ നിന്ന് കയറി മൂവാറ്റുപുഴയിൽ പോകേണ്ട കണ്ടെയ്നർ TRV തുറന്നു വച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും
ഈ കണ്ടെയ്നർ TRVയുടെ മുമ്പിൽ കൂടി 1709 നോട്ടിക്കൽ മൈൽ, കിലോമീറ്റർ അല്ല, നോട്ടിക്കൽ മൈൽ, ഏകദേശം ഇരട്ടിയാണ് കിലോമീറ്ററിന്റെ കണക്ക് കൃത്യമായി തരാം, അങ്ങോട്ട് പോകുന്നു. എങ്ങോട്ട് പോകുന്നു എന്ന് പ്രേക്ഷകർ ഊഹിച്ചോളുക. TRVയിൽ നിന്ന്, സ്കിയാമെന്നിൽ നിന്ന് വന്നിട്ട് TRV കഴിഞ്ഞ് 1709 നോട്ടിക്കൽ മൈൽ എങ്ങോട്ട് പോകുന്നു എന്ന് പ്രേക്ഷകർ ഊഹിച്ചോളുക. അവിടെ കൊണ്ടുപോയി, ആ പോർട്ടിൽ കൊണ്ടുപോയി കണ്ടെയ്നർ ഇറക്കി വെക്കുന്നു. അടുത്ത ഫീഡർ വെസൽ വന്ന് ആ കണ്ടെയ്നർ അവിടെ നിന്ന് കയറ്റി വീണ്ടും 1656 നോട്ടിക്കൽ മൈൽ തിരിച്ച് സഞ്ചരിക്കുന്നു. ഈ നമ്മൾ ബർമുഡ ട്രയാങ്കിൾ പറഞ്ഞില്ലേ, എക്സാക്ട്ലി ബർമുഡ ട്രയാങ്കിളിന്റെ ഒന്നാം തരം കേസ് സ്റ്റഡിയാണ്. 1656 നോട്ടിക്കൽ മൈൽ തിരിച്ചു സഞ്ചരിക്കുന്നു. ഇതിനെല്ലാം കൂടി ആദ്യത്തേതിന് 4.5 ദിവസം, അങ്ങോട്ട് പോകുന്നതിന് 4.5 ദിവസം, തിരിച്ചു ഈ കപ്പലിന്റെ വേഗത കൂടി കണക്കാക്കിയാണ് ഞാൻ പറയുന്നത്. സിയാമെന്നിൽ നിന്ന് പുറപ്പെട്ട കപ്പലിന്റെ വേഗത വെച്ച് ഹരിച്ചു ഗുണിച്ചെടുക്കുമ്പോഴാണ് TRV കഴിഞ്ഞ് ഏകദേശം 4.5 ദിവസം കൂടി സഞ്ചരിച്ചിട്ടാണ് കപ്പൽ അങ്ങോട്ട് എത്തുന്നത്. അവിടെ നിന്ന് തിരിച്ച് വന്ന ഫീഡർ വെസലിന്റെ സ്പീഡ് കണക്കാക്കി നോക്കുമ്പോൾ 6 ദിവസം എടുത്തു. 6 ദിവസം കൊണ്ടാണ് ഈ 1656 നോട്ടിക്കൽ മൈൽ തിരിച്ച് സഞ്ചരിച്ചത്. അപ്പോൾ ഏകദേശം 10-10.5 ദിവസം, 10.5 ദിവസം ഇടുക, 3365 നോട്ടിക്കൽ മൈൽ. സിയാമെന്നിൽ നിന്ന് ട്രിവാൻഡ്രം വഴി മൂവാറ്റുപുഴയ്ക്ക് പോകേണ്ട കണ്ടെയ്നർ അധിക ദൂരം സഞ്ചരിച്ചിരിക്കുന്നത് 3365 നോട്ടിക്കൽ മൈൽ, കൃത്യമായി പറഞ്ഞാൽ 6225 കിലോമീറ്റർ. ഇവിടെ ഒരു ഉദാഹരണം തരാം. ഏകദേശം 1725 നോട്ടിക്കൽ മൈലാണ് ട്രിവാൻഡ്രം ജമ്മു കാശ്മീർ ദൂരം. 1725 നോട്ടിക്കൽ മൈൽ ട്രിവാൻഡ്രം ജമ്മു കാശ്മീർ ദൂരം. അതിന്റെ ഇരട്ടിയേക്കാൾ അധികം 1725, ഇവിടെ 3365. ഇരട്ടിയിൽ അധികമല്ല, ഇരട്ടി, ഏകദേശം ഇരട്ടി. 2 പ്രാവശ്യം ജമ്മു കാശ്മീരിൽ പോകേണ്ട ദൂരം ഈ കണ്ടെയ്നർ എന്തിനു വേണ്ടി യാത്ര ചെയ്തു? ആരെ പ്രീതിപ്പെടുത്താനാണ് യാത്ര ചെയ്തത്? TRV തുടങ്ങുന്ന 10 കൊല്ലം വൈകി, നിർമ്മാണം തുടങ്ങി 10 കൊല്ലം വൈകി, ഇങ്ങനെ ഒരു പോർട്ട് ആവശ്യപ്പെട്ടിട്ട് 30 കൊല്ലം വൈകി, കപ്പൽ വന്നു തുടങ്ങിയിട്ട് 1 വർഷം വൈകി, ഗേറ്റ് തുറക്കുന്നില്ല. ആർക്കു വേണ്ടി? ഈ കണ്ടെയ്നറുകൾ ഈ 3365 നോട്ടിക്കൽ മൈലുകൾ അധികം സഞ്ചരിച്ച് വേറെ ചിലരെ പ്രീതിപ്പെടുത്തണം. ആരാണ് ഈ പ്രീതിപ്പെടുത്തുന്നത്? നമ്മുടെ ഭരണാധികാരികൾ. ഇനി ഈ 3365 നോട്ടിക്കൽ മൈൽ അധികം സഞ്ചരിക്കുന്നതിന്റെ ചെലവ് ആരാണ് കൊടുക്കുന്നത്? കൂലി, കടത്തുകൂലി, കപ്പൽ കൂലി, ഇറക്കി വെച്ച പോർട്ടിന്റെ കൂലി, ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടിന്റെ കൂലി, ഇതെല്ലാം ആരാണ് കൊടുക്കുന്നത്? ഞാനും നിങ്ങളും. TRV ഇല്ലാതിരുന്ന കാലത്ത് നമുക്കിത് സഹിക്കാം. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ പ്രോജക്റ്റ് വൈകിപ്പിച്ച്, കഴിഞ്ഞ 1 വർഷമായിട്ട് ഗേറ്റ് തുറക്കാതെ, ഗേറ്റ് തുറന്നിരുന്നെങ്കിലോ ഈ ചരക്ക് ഇവിടെ ഇറങ്ങും. കാരണം എന്താണ്? ഇറക്കുമതി ചെയ്യുന്ന ആൾ പറയും എനിക്കിവിടെ ഇറക്കിയാൽ മതിയെന്ന് പറയും. അപ്പോ അങ്ങനെ ഒരു ഓപ്ഷൻ, അങ്ങനെ ഒരു സാധ്യത അവർക്ക് നൽകരുത്. അതിനെന്ത് ചെയ്യണം? ഗേറ്റ് തുറക്കാതിരിക്കണം. ഈ പറയുന്ന നാടകം ഇത്തരത്തിൽ ഏകദേശം 80 ലക്ഷം കണ്ടെയ്നറാണ്. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് മൊത്തം 2 കോടി കണ്ടെയ്നറാണ് ഇന്ത്യയുടെ മൊത്തം കയറ്റ എക്സിൻ. അതിന്റെ 40% ട്രാൻസ്ഷിപ്മെന്റ് ആണ്. 80 ലക്ഷം. ഈ 80 ലക്ഷം കണ്ടെയ്നറുകൾ കിട്ടേണ്ടവർക്കൊക്കെ തുടർന്നും കിട്ടുക എന്നുള്ളതിന് വേണ്ടിയാണ് നമ്മുടെ ഗേറ്റ് തുറക്കാതെ ഇപ്പോഴും നമ്മുടെ ഭരണാധികാരികൾ, ഞാൻ ഭരണാധികാരി എന്ന് മാത്രമല്ല പറയുന്നത്, ഭരണാധികാരികൾ നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ ബർമുഡ ട്രയാങ്കിളിൽ പെട്ടിരിക്കുന്നത് ഇവിടത്തെ ജനങ്ങളാണ്. ഇതിന്റെ ദുരന്തവും പാപപരിഹാരവും ഏറ്റെടുക്കുന്നതും അനുഭവിക്കുന്നതും ഇവിടുത്തെ സാധാരണ ജനങ്ങൾ മാത്രമാണ്.